തിരികെ വാർത്തകളിലേക്ക്. ബന്ദിമോചനത്തിന് പുതിയ പദ്ധതി തയ്യാറാക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിലെ യുദ്ധം വൈകാതെ അവസാനിപ്പിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു. വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇരു നേതാക്കളും ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹമാസിനെ ഗാസയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തു. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ഉണ്ട്. ഐസൺ, വിശദാംശങ്ങൾ. തീർച്ചയായും അഞ്ജന, ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഹമാസ് മിലീഷ്യയുടെ അല്ലെങ്കിൽ ഒരു സായുധ സംവിധാനങ്ങൾ ഭരണം നടത്തുന്ന രീതിയെ ഗാസയിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിലപാട് നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ചിരുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങൾ ഇതിനെ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവസാന സന്ദർശന വേളയിലും, അതായത് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്നതിന് മുൻപ്, അതായത് ട്രംപ് അധികാരമേറ്റ ആ സമയത്ത് തന്നെ ഈ ഒരു കാര്യത്തിൽ കൃത്യമായ നിലപാട് ട്രംപ് പ്രസിഡന്റ് എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പറയുകയും ചെയ്തിരുന്നു. ഹമാസിനെ പൂർണ്ണമായും അവിടെയുള്ള നിയന്ത്രണം ഒഴിവാക്കുക എന്നൊരു കടുത്ത നിലപാട് തന്നെയാണ് ഉണ്ടായത്. ഹമാസ് മിലീഷ്യയെ ഇത്തരത്തിൽ അവിടെ ഭരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയായിരുന്നു. ആ നിലപാട് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് വളരെ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിക്കുകയും ചെയ്തത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ ബന്ദികളുടെ മോചനം സംബന്ധിച്ച് പുതിയൊരു സംവിധാനം അല്ലെങ്കിൽ പുതിയൊരു ധാരണയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു പദ്ധതിയിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 50-ലേറെ ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിൽ ഇസ്രായേലികളായ ബന്ദികൾ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള കടുത്ത നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന നീക്കം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ പിന്തുണയോടെ തന്നെ ഉണ്ടാകുന്നത്. അത് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്നും പുതിയ ഒരു പദ്ധതി ഇതിനായി തയ്യാറാക്കിയതായും അത് യാഥാർത്ഥ്യമാകുമെന്ന് വലിയ പ്രതീക്ഷയുള്ളതായും ഇരു നേതാക്കളും ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ ഗാസയെ ഒരു കടലോര വിശ്രമ കേന്ദ്രം അല്ലെങ്കിൽ അത്തരത്തിൽ സമാധാനപരമായ ഒരു സംവിധാനമാക്കി മാറ്റുമെന്ന നിലപാട് നേരത്തെ ട്രംപ് അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഗാസയെ ഏറ്റെടുക്കുമെന്നും ഏറ്റെടുത്തതിന് ശേഷം ആ ഗാസയിലുള്ള ജനങ്ങൾക്ക് മാറി ഒഴുകി പോകുന്നതിന്, അതായത് ജോർദാനിലേക്കും അതുപോലെ തന്നെ ഈജിപ്തിലേക്കും ഒക്കെ മാറുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു. അത്തരത്തിൽ മാറണമെങ്കിൽ അതൊരു തീർച്ചയായും അവിടെയുള്ള ജനങ്ങളുടെ അവകാശത്തിന്റെ ഭാഗമായി അവർക്ക് സ്വയം തെരഞ്ഞെടുക്കാവുന്നതുമാണ് എന്ന കൃത്യമായ നിലപാട് ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയും ചെയ്തു. അത്തരത്തിൽ വിവിധങ്ങളായ ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തു നിന്ന്, അതായത് ഇരു നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ട്. യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയും ട്രംപ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അഞ്ജന. ശരി, ഐസൺ ജോസ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.